ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ 1GB റാമുള്ള ഡിവൈസിൽ ലാഗ് ഇല്ലാതെ എങ്ങനെ ഫ്രീ ഫയർ കളിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ 1GB റാമുള്ള ഡിവൈസിൽ നമുക്ക് സ്മൂത്തായിട്ട് ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ല. ഇപ്പോൾ 1GB പോയിട്ട് നമുക്ക് 4GB റാമുള്ള ഡിവൈസിൽ വരെ ഫ്രീ ഫയർ മര്യാദക്ക് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ലാഗും കാര്യമാണ് 4GB റാമിൽ വരെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാഗ് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ടൂളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസ് എത്ര GB റാം ആണെങ്കിൽ ആവട്ടെ, 1GB ആവട്ടെ, 2GB ആവട്ടെ, 3GB ആവട്ടെ, 4GB ആവട്ടെ, അങ്ങനെ എത്ര GB റാം ആണെങ്കിലും പ്രശ്നമില്ല. ഈ ഒരു ടൂൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ സിമ്പിളായിട്ട് റെസൊല്യൂഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1GB 2GB റാമൊക്കെ ആണെങ്കിൽ നിങ്ങൾ 720p ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിനെക്കാട്ടി ലോ നിങ്ങൾക്ക് ആക്കി വെക്കാം. 4GB 3GB ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 900 1080 ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻസ്, സൈഡിൽ സ്റ്റൈലിൻ്റെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താകുമ്പോൾ ഇവിടെ ക്ലാസിക്, കളർഫുൾ, റിയലിസ്റ്റിക്, സോഫ്റ്റ് എന്നൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് സോഫ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രാഫിക്സിൻ്റെ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്മൂത്താണ് ആക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 3GB 4GB ആണെങ്കിൽ സ്മൂത്ത് HD അല്ലെങ്കിൽ സ്മൂത്തൊക്കെ ആക്കി വെക്കാം. ഞാനിപ്പോൾ സ്മൂത്താണ് 1GB ഡിവൈസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ FPS ഒക്കെ കാണുന്നുണ്ട്. FPS 30 FPS ആക്കാം. 4GB 3GB ഒക്കെ ആണെങ്കിൽ 40 60 FPS ഒക്കെ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മളുടെ ഗ്രാഫിക്സ് API ചോദിക്കുന്നുണ്ട്. അത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സെറ്റിങ്സും കാര്യമൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ആക്ടിവേറ്റ് റാം സ്കാനിങ്, അതൊക്കെ പേയ്മെൻറ്റ് മറ്റിതാണ്, പ്രോ ആയിട്ടുള്ള വെർഷനാണ്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റിമെമ്പർ മൈ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഗ് ഫയൽ അല്ലെങ്കിൽ ഈ GFX ടൂള് അപ്ലൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഈ കോൺഫിഗ് ഫയൽ പോകുന്നതാണ്, അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് ഒക്കെ റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ അപ്ഡേറ്റ് വരുമ്പോഴും ഈ സെറ്റിങ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഗെയിമിൽ ഇൻ ഗെയിം അപ്ഡേറ്റും കാര്യമൊക്കെ വരാറുണ്ട്. ആ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഒരു സ്വിച്ചിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഓഫ് ആക്കി വെക്കാം. കാരണം നമ്മുടെ സെറ്റിംഗ് അപ്ലൈ ആയിട്ടുണ്ട്. ഇത് ഓൺ ആക്കിയാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയാലും നമ്മുടെ ലാഗ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് ഈ മുകളിൽ കാണുന്ന ബട്ടൺ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും മികച്ച വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ.